ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ചെറിയൊരു മോഡൽ എക്സാം ആയിട്ടാണ് പി എസ് സി ഇന്നലെ നടത്തിയ സെയിൽസ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ മോഡൽ എക്സാം ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ മലയാളം ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നമുക്ക് നോക്കേണ്ട ആവശ്യമാണ്. കാരണം മലയാളത്തിന് 10 ചോദ്യങ്ങളും അതുപോലെ ഇംഗ്ലീഷിൽ നിന്ന് 10 ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മളത് നോക്കി പോകണം. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ പി എസ് സി നടത്തുന്ന എക്സാമുകൾ നമുക്ക് നോക്കിയാലേ നമ്മുടെ പി എസ് സിക്ക് വേണ്ടിയുള്ള ട്രെൻഡ് അറിഞ്ഞ് പഠിക്കാൻ പറ്റും. ഓക്കെ, മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും പി എസ് സി ഇപ്പം മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് കൂടുതലും കേൾക്കുന്നത്. അപ്പം പുതിയ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയേണ്ടത് നമ്മുടെ അടുത്ത കാലങ്ങളിൽ നടത്തിയ പി എസ് സി എക്സാമുകൾ നമ്മൾ നോക്കുമ്പോഴാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ എക്സാം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പം അതിൻ്റെ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും വിഭാഗ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എന്നിട്ട് അവയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം എല്ലാവരും മുഴുവനായിട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മലയാളത്തിൻ്റെ ഇംഗ്ലീഷും സെയിം സിലബസ് തന്നെയാണ് നമുക്ക് എൽ ഡി സിക്കുള്ളത്. സെയിം മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യനും. അപ്പം എല്ലാവരും മുഴുവനായിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാൻ ശ്രമിക്കുക. മലയാളത്തിൻ്റെ 10, ഇംഗ്ലീഷിൻ്റെ 10 എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അത് എത്ര മാർക്കാണ്, മലയാളത്തിന് ഇംഗ്ലീഷിന് സെപ്പറേറ്റ് മാർക്ക് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കപ്പം ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് മലയാളത്തിൽ നിന്നുള്ള താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതെന്നാണ്. ഏതാണ് ശരിയായിട്ടുള്ള പദം? ഏതാണ്? ഓപ്ഷൻ എ ആണ്, കവയിത്രിയാണ്. ഓക്കെ, കവയിത്രി. ശ്രദ്ധിക്കണം, കവയിത്രി. കവിയുടെ ഓപ്പോസിറ്റാണ് കവയിത്രി. ഓക്കെ, കവയിത്രി. ഈക്ക് ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, ഇതാണ് ശരിയായ പദം. ഓപ്ഷൻ എ ആണ്. 71 ഓപ്ഷൻ എ ആണ്. നമ്മളെല്ലാവരും തെറ്റിക്കുന്ന കുറച്ച് മലയാള വേർഡ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ദിനപത്രം. ഓക്കെ, ദിനപത്രം. നമ്മളെല്ലാവരും കരുത്തും 2 ഡബിൾ പാ ഉണ്ടെന്ന് വിചാരിക്കും ഇല്ലേ? സത്യം പറഞ്ഞാൽ ഒരു പായേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ദിനപത്രം. ഓക്കെ, ദിനപത്രം. ഓക്കെ, ദിനപത്രം ഒറ്റ പായേ ഉള്ളൂ. ഓക്കെ, പാ ഇരട്ടിക്കുന്നില്ല അവിടെ, ഒറ്റപ്പായാണ് ദിനപത്രം. അതുപോലെ തന്നെ ചുവരി, നമ്മൾ ചിലപ്പോൾ ചുമരെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ചുവരി, വരി വരയ്ക്കാൻ. നമ്മൾ കൊച്ചിലെ വരയ്ക്കുന്നത് ചുവരിലല്ലേ, അപ്പോൾ ചുവരി. ഓക്കെ, വരയ്ക്കാൻ വേണ്ടിയുള്ളത് ചുവരി. ഓക്കെ, വരി. അതുപോലെ ദിവസേനെ, അവിടെയും സാ ഇരട്ടിക്കുന്നില്ല, ഒറ്റ സായാണ്. ഓക്കെ, ദേവസേനേനെ ഓർത്താൽ മതി. ദിവസേന ഇങ്ങനെയാണ് എഴുതാളം. നോക്കി വയ്ക്കണം. ഇതൊക്കെ പി എസ് സി കേൾക്കുന്നതാണ്, പക്ഷേ നമ്മൾ തെറ്റിക്കുന്നതാണ്. ഈ ദിനപത്രമൊക്കെ 2 പാവുണ്ടെന്നേ നമ്മൾ കരുതൂ. ഓക്കെ, അതിൽ ചുവരിന് ചുമരെന്നേ വിചാരിക്കും നമ്മൾ. സത്യം പറഞ്ഞാൽ ചുവരാണ്, വരയ്ക്കാനാണ് ചുവരി. ദിവസേന. ദൈന്യം ഇങ്ങനെയാണ്. ഓക്കെ, ദൈന്യം. അതുപോലെ തന്നെ വേഗം ഇങ്ങനെയാണ്. പണ്ട് കിട്ടും, കുഴപ്പമില്ല. മുന്നാക്കം ഇതാണ്. ഓക്കെ, മുന്നോക്കം അങ്ങനെയൊന്നുമല്ല. മുന്നാക്കം, പിന്നാക്കം. ഓക്കെ, മുന്നാക്കം, പിന്നാക്കം. ഓക്കെ, നമ്മളെല്ലാം പറയാം മുന്നോക്കം എന്നല്ലേ. ഓക്കെ, മുന്നോക്ക സമുദായക്കാർ അങ്ങനെയല്ല, മുന്നാക്ക സമുദായക്കാരാണ്. ഓക്കെ, മുന്നാക്കം, പിന്നാക്കം. ഓക്കെ, മുന്നാക്കം, പിന്നാക്കം ന്യായാണ്. അതുപോലെ പ്രാരബ്ധം. ഓക്കെ, പ്രാരാബ്ധം ഇങ്ങനെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കാം, പക്ഷേ നീണ്ടു പോകുന്നില്ല. ഓക്കെ, പ്രാരബ്ധം. ഓക്കെ, ഇതാണ് പ്രാരബ്ധം. ഓക്കെ, ഇവിടെ അടയാളങ്ങളൊന്നുമില്ല. പ്രാരബ്ധം. ഓക്കെ, പ്രാരബ്ധം. അതുപോലെ താവന. ഓക്കെ, പ്രസ്താവന ഇതാണ് താവന. ഓക്കെ, പ്രസ്താവന. അടുത്തുപോലെ മണലരണ്യം. ഓക്കെ, മണലാരണ്യം എന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷേ മണലരണ്യമാണ്. ഓക്കെ, അടയാളം ഇല്ല അവിടെ, ശ്രദ്ധിക്കണം. മണലരണ്യം പി എസ് സി കേട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്, മണലരണ്യം. ഓക്കെ, അതിൽ വളർച്ച നിരക്ക്, വളർച്ചാ നിരക്ക് എന്നല്ല, വളർച്ച നിരക്ക്. ഓക്കെ, അവിടെ ദീർഘിച്ച് പോകണില്ല. ഓക്കെ, വളർച്ച നിരക്ക്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് പി എസ് സി കേൾക്കണതാണ്, നമ്മൾ കൺഫ്യൂഷൻ ആവുന്നതാണ്. ദിനപത്രം പാ ഇരട്ടിക്കില്ല. ചുവരി, ദിവസേനെ. ദൈന്യം, വേഗവും പണ്ടൊക്കെ കിട്ടും. മുന്നാക്കം, പിന്നാക്കം. ഓക്കെ, മുന്നാക്ക സമുദായം, പിന്നാക്ക സമുദായം. രബ്ദം. അതിൽ പ്രസ്താവന. മണലരണ്യം. ഓക്കെ, മണലരണ്യം. വളർച്ച നിരക്ക്. ഓക്കെ, വളർച്ച നിരക്ക്, അവിടെയും ദീർഘിച്ചു പോകുന്നില്ല. ഓക്കെ, വളർച്ച നിരക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ശരിയായ വാക്യം ഏതെന്നാണ്. മനുഷ്യന് ഒഴിച്ചുകൂടാൻ കഴിയാത്തതും അത്യന്താപേക്ഷിതവുമായ അവശ്യ ഘടകങ്ങളാണ് വായുവും ജലവും. അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആണ് എന്നെ പാട്ടുപാടി ഉറക്കുന്നത്. ഭാര്യയെ അയാൾ സദാ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഇതിലേതാണ് ശരിയായിട്ടുള്ള വാക്യം? നേരത്തെ സെയിം ക്വസ്റ്റ്യനൊക്കെ നമ്മൾ മോഡൽ എക്സാമ്പിൾ ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്? മനുഷ്യന് ഒഴിച്ചുകൂടാൻ കഴിയാത്തത്. ഇതേ മീനിങ് തന്നെയാണ് അത്യന്താപേക്ഷിതമായി.
അപ്പോൾ രണ്ട് വേർഡും ഒരേ മീനിങ് ആണ്, അപ്പോൾ അത് തെറ്റാണ്. അടുത്ത അമ്മയോ അല്ലെങ്കിൽ അച്ഛനെയോ, അങ്ങനെ വേണം, അല്ലെങ്കിൽ വേണ്ടല്ലോ, അമ്മയോ അച്ഛനെയോ ഓക്കെ ആണ് എന്നെ പാട്ടുപാടി ഉറക്കുന്നത്. ഭാര്യയെ അയാൾ സദാ എപ്പോഴും, സദായിൻ്റെ അർത്ഥവും എപ്പോഴും സെയിം മീനിങ് ആണ്. അപ്പം എന്തിനാണ് രണ്ട് പ്രാവശ്യം പറയണം? ഒന്ന്, ഭാര്യയെ അയാൾ സദാ വഴക്ക് പറയുമായിരുന്നു, അല്ലെങ്കിൽ ഭാര്യയെ അയാൾ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. അതിഥികളെ ഹാർദമായി, ഹാർദമായി നോക്കണം, നമ്മൾ വിചാരിക്കണം വാ ചേർത്ത് പറയാറുണ്ട് ചിലപ്പോൾ, പക്ഷെ വാ ഇല്ല, ഹാർദമായി. ഇതാണ് KPSC വൊക്കാബുലറിയിലും കേൾക്കാറുണ്ട്, ഹാർദമായി, ഹാർദമായി. അടുത്ത ക്വസ്റ്റ്യനാണ്, നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ. മലയാള ട്രാൻസ്ലേഷൻ എന്നാണ്, നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, നിഷയ്ക്ക് ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം. ഓക്കെ, കോഫിയേക്കാൾ ചായ ഇഷ്ടമല്ല, നിഷയ്ക്ക് ചായേനേക്കാൾ കോഫിയാണ്. ഓക്കെ, നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ, ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം. ഓക്കെ, 73 ഓപ്ഷൻ സി ആണ്. 74 ഒറ്റപ്പദം എഴുതുക. പൊക്കമുള്ളവൻ. ഏതാണ് പൊക്കമുള്ളവൻ? പൊക്കമുള്ളവൻ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, പ്രാംശു ആണ്. ഓപ്ഷൻ ബി പ്രാംശു ആണ്, പൊക്കമുള്ളവൻ. ഓപ്ഷൻ ബി പ്രാംശു ആണ്. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഏതാണ്? ബുഭുക്ഷു ആണ്. ഓക്കെ, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. ഓക്കെ, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു ആണ്. അതുപോലെ തന്നെ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു. ഓക്കെ, പിപാസു, പിപാസു, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബുഭുക്ഷു. ഓക്കെ, PSC കേട്ടിട്ടുള്ളതാണ് ഇതെല്ലാം, ബുഭുക്ഷു, പിപാസു. അടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപടിഷു, സ്ഥിരം കേൾക്കുന്നതാണ്. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, രണ്ട് വേർഡുണ്ട്, ജിഗിഷു അല്ലെങ്കിൽ വിജിഗിഷു. ഓക്കെ, ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ വിജിഗിഷു അല്ലെങ്കിൽ ജിഗിഷു. അതുപോലെ മകളുടെ ഭർത്താവ് ഏതാണ്? ജാമാതാവ്. ഓക്കെ, മരുമോനെ ജാമാതാവ് എന്നാണ് പറയണത്. ഓക്കെ, മരുമോൻ, ജാമാതാവ് എന്ന് പറഞ്ഞാൽ മരുമോനാണ്. ഓക്കെ, മകളുടെ ഭർത്താവ് ജാമാതാവ്. അതേപോലെ സഹോദരിയുടെ പുത്രൻ ആയാണ്? ഭാഗിനേയൻ. ഓക്കെ, ഭാഗിനേയൻ, ഭാഗിനേയൻ, സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ. മകളുടെ ഭർത്താവ് ജാമാതാവ്, സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ. സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ, നമ്മുടെ അളിയൻ. ഓക്കെ, മച്ചാൻ, അളിയൻ സ്യാലനാണ്. ഓക്കെ, സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ. PSC കേട്ടിട്ടുള്ളതാണ്, സഹോദരിയുടെ ഭർത്താവ് സ്യാലനാണ്. പുത്രൻ്റെ ഭാര്യ സ്നുഷ. ഓക്കെ, അതായത് മകളുടെ ഭർത്താവ് ജാമാതാവ്, പുത്രൻ്റെ ഭാര്യ സ്നുഷ, അതായത് മരുമോനും മരുമോളും. ഓക്കെ, സ്നുഷ നമ്മുടെ സിനിമ നടി സനുഷേനൊക്കെ ഓർത്താൽ മതി, അവളാണ് നമ്മുടെ പുത്രന് ഭാര്യയായിട്ട് കിട്ടിയതെന്നൊക്കെ ഓർത്ത് ജസ്റ്റ് കണക്ട് ചെയ്ത് വയ്ക്കുക. പുത്രൻ്റെ ഭാര്യ സ്നുഷയും മകളുടെ ഭർത്താവ് ജാമാതാവ്, മരുമോളും മരുമോനും. മകളുടെ മകൻ ദൗഹിത്രൻ. ഓക്കെ, മകളുടെ മകൻ ദൗഹിത്രൻ. മകളുടെ മകൾ ഏതാണ്? ദൗഹിത്രിയാണ്. ഓക്കെ, ദൗഹിത്രനും ദൗഹിത്രിയും, മകളുടെ മകനും മകളും. ഓക്കെ, ദൗഹിത്രൻ ദൗഹിത്രി. പുത്രൻ്റെ പുത്രൻ ഏതാണ്? പൗത്രനാണ്. ഓക്കെ, പൗത്രൻ പൗത്രി. ഓക്കെ, ദൗഹിത്രൻ ദൗഹിത്രി. മോളുടെ, ഓക്കെ, മകളുടെ മകനും മകളും. പൗത്രനും പൗത്രിയും എന്താണ്? മോൻ്റെ മോനും മോൻ്റെ മോളും. അടുത്ത പരലോകത്തെ സംബന്ധിച്ചത് എന്താണ്? പാരന്ത്രികം. ഓക്കെ, പരലോകത്തെ സംബന്ധിച്ചത് പാരന്ത്രികം. വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം. ഓക്കെ, വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം, പരലോകത്തെ സംബന്ധിച്ചത് പാരന്ത്രികം. ഉയരാൻ ആഗ്രഹിക്കുന്നവൻ ഏതാണ്? ഉത്കർഷേച്ചു. ഓക്കെ, ഉയരാൻ ആഗ്രഹിക്കുന്നവൻ, വെച്ച് കണക്ട് ചെയ്ത് വയ്ക്കുക. ഉയരാൻ ആഗ്രഹിക്കുന്നവൻ. ഓക്കെ, ഉയരാൻ ആഗ്രഹിക്കുന്നവൻ ഉത്കർഷേച്ചു. സന്ദർഭാനുസരണം പ്രവർത്തിക്കുന്നത് ഏതാണ്? പ്രത്യുൽപ്പന്ന മത്തിത്വം. ഓക്കെ, ശ്രദ്ധിക്കണം, PSC കേട്ടിട്ടുള്ളതാണ്, ഈ ഇടയ്ക്ക് കേട്ടിട്ടുള്ളതാണ്. സന്ദർഭം അനുസരണം പ്രവർത്തിക്കുന്നവൻ പ്രത്യുൽപ്പന്ന മത്തിത്വം. ഓക്കെ, ഓപ്ഷൻ ഒന്നല്ല, പ്രത്യുൽപ്പന്ന മത്തിത്വം. ഓക്കെ, സന്ദർഭാനുസരണം പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ് 75ാമത്തെ ചോദ്യം. താഴെ പറയുന്നവൽ അഗ്നിയുടെ പര്യായം അല്ലാത്തത് ഏതെന്നാണ്? അഗ്നിയുടെ പര്യായം അല്ലാത്തത് ഏതാണ്? 75 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. അനലൻ അഗ്നിയാണ്. വൈശ്വാനരൻ അഗ്നിയാണ്. ശിഖി അഗ്നിയാണ്. വങ്കൻ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? മൂടൻ എന്നാണ്. ഓക്കെ, വങ്കൻ മൂടൻ എന്നാണ്. വങ്കൻ മൂടൻ എന്നാണ്. ദുഗ്ധം അറിയാലോ, പാലാണ്. ഓക്കെ, ദുഗ്ധം പാലാണ്. വങ്കൻ മൂടൻ, ദുഗ്ധം പാലാണ്. അരരം എന്താണ്? അരരം വാതിലാണ്. ഓക്കെ, അരരം വാതിലാണ്. ഓക്കെ, അരരം വാതിലാണ്. അങ്കുടം എന്താണ്? താക്കോലാണ്. ഓക്കെ, അങ്കുടം താക്കോലാണ്. സംഘം ഈ കാവുന്ന കൂട്ടവും
ഈ ഗ വന്ന ചേർച്ചയുമാണ്. ഓക്കെ, സംഘം എന്താണ് കൂട്ടമുണ്ട് ചേർച്ചയുണ്ട്. ഗ തമ്മിൽ മാറുന്നതനുസരിച്ച് മീനിങ് മാറും. സംഘം കൂട്ടം, സംഘം ചേർച്ചയാണ്. യഥാ എപ്പോൾ, യഥാ ഇപ്രകാരം. ശ്രദ്ധിക്കണം, ഈ ദ വന്ന എപ്പോൾ, ദ എപ്പോൾ, ഇത് മറ്റേ ഈ ദിവസത്തിൻ്റെ ദ ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. ദ അപ്പോൾ ദിവസവും എപ്പോഴും ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. യഥാ എപ്പോൾ, യഥാ എപ്രകാരം. ലോപം അറിയാലോ, കുറവാണ്. ലോഭം പിശുക്കാണ്. ഓക്കെ, ലോപം പാ വന്ന കുറവ്, ലോഭം വന്ന പിശുക്കാണ്. വധിക്കുക, ഈ ദി വന്ന പറയുക. ഓക്കെ, ഈ ദി വന്ന കൊല്ലുക അറിയായിരിക്കും. വധിക്കുക, പറയുക, കൊല്ലുക. ഹേഷി അർത്ഥം എന്താണ്? ഹേഷി കുതിരയാണ്. ഓക്കെ, ഹേഷി കുതിര എന്നാണ്. ഹേഷിയുടെ അർത്ഥം കുതിര എന്നാണ്. അത് നദിയുടെ പര്യായ പദം ഏതാണ്? സരിത്ത്, തടിനി, വാഹിനി, നിഗ്നക, തരങ്കിണി. ഓക്കെ, അപ്പോൾ സരിത്ത് തടിനിയൊക്കെ നദിയാണ്. വാഹിനി, ഈ തടിനിയൊക്കെ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. തടിനി, സരിത്ത്, വാഹിനി, നിഗ്നക, തരങ്കിണി ഇതെല്ലാം നദിയാണ്. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടി നോക്കാം. നദിക്ക് സരിത്ത്, തടിനി, വാഹിനി, നിഗ്നക, തരങ്കിണി. ഹേഷി കുതിര, വധിക്കുക കൊല്ലുക, വധിക്കുക പറയുക. നമ്മളിത് വാദിക്കുക അങ്ങനെ ജസ്റ്റ് ദാ വെച്ച് കണക്ട് ചെയ്ത് വയ്ക്കുക പറ്റുമെങ്കിൽ. അതിൽ ലോഭം പിശുക്ക്, ലോഭം കുറവ്, യഥാ എപ്രകാരം, യഥാ ഇപ്പോൾ. സംഘം ചേർച്ച, ഖം കൂട്ടം. അങ്കുടം താക്കോലും, അരരം വാതിൽ, ദുഗ്ധം പാല്, വങ്കൻ മൂടനാണ്. അടുത്ത ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? തിക്തം എന്താണ്? തിക്താനുഭവം. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഏതാണ്? മധുരമാണ്. ഓക്കെ, നമുക്ക് തിക്താനുഭവം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് മധുരമാണ്. ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം ഏതാണ്? ഉപ്പും ചോറും തിന്നുക. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ആശ്രിതനായി കഴിയുക. ഓക്കെ, ആശ്രിതനായി കഴിയുക. 78 സമാന പദം കണ്ടെത്താനാണ്. ന്യൂനം. ഓക്കെ, മീനിങ് എന്താണ്? നമുക്കൊരു 50-50 ചാൻസ് എടുക്കാം സിമ്പിളായിട്ട്. കാരണം നമ്മൾ ന്യൂനമർദ്ദം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ എന്താണ്? കുറവെന്നറിയാം. അപ്പോൾ ഓപ്ഷൻ ബിയും ഡിയും നമുക്ക് ക്യാൻസലാക്കാം. ഇനിയുള്ളത് ഓപ്ഷൻ എയും സി ആണ്. ഇതിലേതാണ്? ഈ ന്യൂനത്തിൻ്റെ മീനിങ് എന്തെന്നാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, നിശ്ചയം എന്നാണ്. ഓക്കെ, നിശ്ചയം എന്നാണ് സമാന പദം. ന്യൂനം, കുറവ്, നിശ്ചയം എന്നാണ്. നമുക്ക് PSC റിപ്പീറ്റ് ചെയ്ത് കേൾക്കണ കുറച്ച് സമാന പദങ്ങൾ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. കുമുദം എന്താണ്? ആമ്പലാണ്. ഓക്കെ, കുമുദം ആമ്പലാണ്. പക്ഷെ കൗമുദി എന്താണ്? നിലാവാണ്. ഓക്കെ, കുമുദം ആമ്പൽ, കൗമുദി നിലാവ്. കൗമുദി നിലാവ്. അതിൽ കൈതവം എന്താണ്? കള്ളമാണ്. ഓക്കെ, കള്ളം. കൈതവം കള്ളം. കൈരവം രാവന്നതിന് എന്താണ്? ആമ്പലാണ്. ഓക്കെ, കുമുദം ആമ്പൽ, കുമുദി നിലാവ്. കൈതവം കള്ളം, കൈരവം ആമ്പൽ. അപ്പോൾ ആമ്പലിൻ്റെ 2 പര്യായ പദം പഠിച്ച്, ഒന്ന് കുമുദവും ഒന്ന് കൈരവം. ഓക്കെ, കൈരവം രാവന്നു കഴിഞ്ഞാൽ ആമ്പലും, താവന്നു കഴിഞ്ഞാൽ എന്താണ്? കള്ളമാണ്. ഓക്കെ, കള്ളം. അടുത്ത കാരവം. ഓക്കെ, കാരവം എന്തെന്നാണ്? കാക്കയാണ്. ഓക്കെ, കാരവം കാക്കയാണ്. കേരവം എന്തെന്നാണ്? അരയനമാണ്. ഓക്കെ, കാരവം കാക്ക, കേരവം അരയന്നം. അദ്രി എന്താണ്? പർവ്വതമാണ്. ഓക്കെ, അദ്രി പർവ്വതമാണ്. അദ്രിയിൽ നിൽക്കുന്നത് അദ്രു എന്താണ്? വൃക്ഷമാണ്. ഓക്കെ, അദ്രി പർവ്വതം, അദ്രു ഉ വൃക്ഷം. ഓക്കെ, ഇതും തമ്മിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. അദ്രി പർവ്വതം. ഓക്കെ, അതുപോലെ തന്നെ അദ്രു വൃക്ഷമാണ്. മയൂഖം രശ്മി, മയൂരം എന്താണ്? മയിലാണ്. ഓക്കെ, മയൂരസിംഹാസനം മയിൽ. ഓക്കെ, മയൂരം മയിലാണ്. ഓക്കെ, മയിൽ. നഖത്തിൻ്റെ കാവുന്നതിന് രശ്മി. ഓക്കെ, നഖം രശ്മി. മയൂഖം രശ്മിയാണ്. അജം ആടാണ്. ഓക്കെ, അജം ആടിന് മറ്റു പേരുകളാണ് മേഷം, ബസ്തം. ഓക്കെ, ആട് അജം ആട്, മേഷം ബസ്തം അജം ആട്. അജം മേഷം ബസ്തം ആട്. പക്ഷെ ആജം എന്തോന്നാണ്? ആട്ടിൻപാൽ അഥവാ കമ്പിളി. ഓക്കെ, ആട്ടിൻപാലും കമ്പിളിയുടെ പേരാണ് ആജം. ഓക്കെ, അജം ആട്, ആജം ആട്ടിൻപാൽ കമ്പിളി. ആജ്യം എന്തോന്നാണ്? നെയ്യ്. ഓക്കെ, ആട്ടിൻപാലിൽ നിന്ന് എടുക്കുന്ന നെയ്യ് എന്നോർത്താൽ ജിയം നെയ്യാണ്. ഓക്കെ, അജം ആട്, ആജം ആട്ടിൻപാല് കമ്പിളി. അജ്യം എന്താണ്? നെയ്യാണ്. സുതൻ പുത്രനാണ്. സൂതൻ തേരാളി. ഓക്കെ, സൂതൻ തേരാളി. ഹരിണം മാനാണ്. ഹിരണ്യം
ഹിരണം രണ്ടും സ്വർണ്ണമാണ്. ഓക്കെ, ഹരിണം മാന്, ഹിരണ്യം ഹിരണം സ്വർണ്ണമാണ്. പരിമാണം എന്താണ്? അളവാണ്. ഓക്കെ, മാണം അളവാണ്. പക്ഷേ പരിണാമം മാറ്റമാണ്. നമ്മൾ പരിണാമ സിദ്ധാന്തം, ഓക്കെ, മാറ്റത്തിൻ്റെ സിദ്ധാന്തം എന്ന് ഓർത്താൽ മതി. പരിണാമം മാറ്റം, മാണം എന്ന് വെച്ചാൽ അളവാണ്. ഓക്കെ, ഹരിണം മാന്, ഹിരണം സ്വർണം. അനിലൻ കാറ്റ്, ഇപ്പം ചോദിച്ചാണ്. അനിലൻ കാറ്റ്, അനലൻ അഗ്നി. ഓക്കെ, അനലൻ അഗ്നി, അനിലൻ കാറ്റ്. ഓക്കെ, ജലദം മേഘം. ഓക്കെ, ജലദം ഈ വന്നതിന് മേഘം. ജലജം എന്നൊന്നാണ് താമരയാണ്. ഓക്കെ, ജലജം താമര, ജലദം മേഘമാണ്. അടുത്താണ് പുല്ലിംഗ ശബ്ദം എഴുതുക. സ്നുഷ, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ സ്നുഷ എന്ന് വെച്ചാൽ എന്താണ്? സനുഷ്യൻ ഓർക്കാൻ പറഞ്ഞു. സനുഷ്യ എന്ന് വെച്ചാൽ മരുമോൾ. ഓക്കെ, സനുഷ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് മരുമോൻ്റെ പേര് എന്താണ്? ജാമാതാവ്. ഓപ്ഷൻ ബി, നേരത്തെ പറഞ്ഞതാണ്. സ്നുഷ ജാമാതാവ്, ഓപ്ഷൻ ബി ആണ്. വിദൂരൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വിധവയാണ്. ഓക്കെ, വിദൂരൻ ഓപ്പോസിറ്റ് വിധവയാണ്. ഓക്കെ, വിദൂരൻ പുല്ലിംഗം, വിധവ സ്ത്രീലിംഗം. ഉൾക്കാടകൻ്റെ ഓപ്പോസിറ്റ് ഉൾക്കാടിക. ഓക്കെ, ഉൾക്കാടിക നോക്കണം, എല്ലാ സ്പെല്ലിംഗ് നോക്കണം. ഈടായാണ്. ഓക്കെ, ഉൾക്കാടിക. ദ്വിജൻ ദ്വിജ. ഓക്കെ, ദ്വിജ. ഓക്കെ, ദ്വിജ. ലേഖകൻ ലേഖിക, കുറേ തവണ കേട്ടിട്ടുള്ളതാണ് PSC. ലേഖകൻ ലേഖിക. ഓക്കെ, ലേഖകൻ ലേഖിക. ഓക്കെ, വിദൂരൻ വിധവ, ഉൾക്കാടകൻ ഉൾക്കാടിക, ദ്വിജൻ ദ്വിജ, ലേഖകൻ ലേഖിക. അടുത്താണ് 80ാമത്തെ ചോദ്യമാണ്. വാക്യം ചേർത്തെഴുതുക എന്നാണ്. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ ഭക്ഷണമുണ്ടാക്കാൻ യാതൊന്നും ഇല്ലായിരുന്നു. ഏതാണ് ചേർത്തെഴുതുമ്പം? ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ ഭക്ഷണമുണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നുവെങ്കിലും വീട്ടിൽ ഭക്ഷണമുണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. ഓക്കെ, ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇതാണ് കറക്റ്റ്. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നുവെങ്കിലും വീട്ടിൽ ഭക്ഷണമുണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ചോദ്യമാണ്. ഐ സോ 10 ഡാഷ് ഫ്ലവർ വേസസ് ഇൻ ദി ഷോപ്പ്. ഏതാണ്? ഇത് PSC ഇങ്ങനെ വല്ലപ്പോഴും ഈ ക്വസ്റ്റ്യൻസ് കേൾക്കാറുണ്ട്. ഏതാണ് സംഭവം? 61. ഓക്കെ, ഇതിനൊരു ഓർഡർ ഉണ്ട്. അതായത് ഈ ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. അതിനൊരു ചെറിയൊരു കോഡും ഉണ്ട്. സാസ് കോംബ് എന്നാണ്. സാസ് കോംബ്, COOMP. ഓക്കെ, സാസ് കോംബ് എന്നൊരു കോഡുണ്ട്. അത് ഞാൻ ഉണ്ടാക്കിയ കോഡ് തന്നെയാണ്, വേറെ ആരുമല്ല. ഒരു സെൻറ്റൻസിൽ ഈ ഓർഡറിലേ പറയാവൂ. ഓക്കെ, ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സിൻ്റെ ഓർഡർ ഇങ്ങനെ പറയാവൂ. സാസ് കോംബ്. എസ് എന്ന് വെച്ചാൽ എന്താണ്? സൈസാണ്. ഓക്കെ, സൈസ് ആദ്യം പറയണം. ഓക്കെ, ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ആദ്യം സൈസ് പറയണം. സൈസ്. അപ്പോൾ സാസ്, SAS ഫോർ സൈസ്. A ഫോർ എന്താണ്? അതിൻ്റെ ഏജ്. ഓക്കെ, അതിൻ്റെ ഏജ് പറയണം. രണ്ടാമത് ഏജ് വേണം പറയാം. മൂന്നാമത് എന്ത് പറയണം? അതിൻ്റെ ഷേപ്പ് പറയണം. ഓക്കെ, അപ്പോൾ സാസ്, സൈസ്, ഏജ്, ഷേപ്പ്. ഇത് അറിഞ്ഞോടെങ്കിൽ എഴുതിയിടണം. PSC ഇടയ്ക്ക് റാങ്ക് മേക്കിംഗ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ്. സാസ് കോംബ്. ഓക്കെ, സൈസ്, ഏജ്, ഷേപ്പ്. അടുത്ത് C4 എന്തോന്നാണ്? അതിൻ്റെ കളർ പറയണം. അടുത്ത് അത് കഴിഞ്ഞിട്ട് കോംബ് CO ഫോർ അതിൻ്റെ ഒറിജിൻ പറയണം. അടുത്തെന്താ? M4 എന്താണ്? അതിൻ്റെ മെറ്റീരിയൽ പറയണം. ഓക്കെ, അതിൻ്റെ മെറ്റീരിയൽ അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സിലിക്കാണോ ക്ലേ ആണോ അങ്ങനെ പറയണം. സാസ് കോംബ്. P4 അതിൻ്റെ പർപ്പസ് പറയണം. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഓർഡർ. സാസ് കോംബ്, സൈസ്, ഏജ് പറയണം, ഷേപ്പ് പറയണം, അത് കഴിഞ്ഞിട്ട് കളർ, ഒറിജിൻ പറയണം, മെറ്റീരിയൽ എന്തെന്ന് പറയണം, പിന്നീട് അതിൻ്റെ പർപ്പസ് ഓഫ് യൂസേജും പറയണം. അപ്പോൾ ഇതേ ഓർഡറിൽ ഏതാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഏതാണ്? സൈസാണ് ഫസ്റ്റ് വരേണ്ടത്. അപ്പം ഓപ്ഷൻ ബിയും ഡിയും നമുക്ക് ക്യാൻസലാക്കാം. ഓക്കെ, ഓപ്ഷൻ ബിയും ഡിയും ക്യാൻസലാക്കാം. അത് കഴിഞ്ഞിട്ട് ഏജ്, അതിൻ്റെ കാലം പറയണം. ഓക്കെ, എന്താണ്? ഇതാണ് ആൻറ്റിക്യൂ. ഓക്കെ, അതായത് പഴയ സാധനം അന്ന് മനസ്സിലാവും. അപ്പോൾ ഏജ്, അപ്പോൾ സിയും ക്യാൻസലാക്കാം. അപ്പോൾ ഓപ്ഷൻ ബി, എ ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ എ ആണ്. അപ്പം ഇവിടെ പറഞ്ഞ് സൈസ് ഫസ്റ്റ് പറഞ്ഞ്, പിന്നെ ആൻറ്റിക്യൂ അതിൻ്റെ ഏജ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഷേപ്പ് സെൻറ്റൻസിൽ പറഞ്ഞിട്ടില്ല, നോക്കണ്ട. കളറും സെൻറ്റൻസിൽ പറഞ്ഞിട്ടില്ല, നോക്കണ്ട. ഒറിജിൻ, ഇവിടുത്തെ ഒറിജിനാണ് ചൈനീസ്, ഇതടങ്ങും ചൈനീസ് ഒറിജിനാണ്. മെറ്റീരിയൽ ഇതടങ്ങുന്നു പോർസിലിൻ. ഓക്കെ, പോർസിലിൻ എന്ന് വെച്ചാൽ എന്തോന്നാണ്?
ഈ കളിമണ്ണുണ്ടല്ലോ അതുപോലത്തെ സംഭവമാണ്. ഓക്കെ, പോർസിലിൻ അതിൻ്റെ മെറ്റീരിയൽ പറഞ്ഞ് അതിൻ്റെ പർപ്പസ് അടുത്ത എന്താണ് ഫ്ലവർ വേസ്, ഫ്ലവർ വയ്ക്കാനുള്ള വേസ് ആയിട്ട് ഇൻ ദി ഷോപ്പ്. ഇതാണ് അതിൻ്റെ ഓർഡർ. സാസ് കോമ്പ്. ഓക്കെ, സാസ് കോമ്പ്, സാസ് കോമ്പ്. ഓക്കെ, സാസ് കോമ്പ്. സൈസ് പറയണം, ഏജ് പറയണം, ഷേപ്പ് പറയണം, കളർ പറയണം, ഒറിജിൻ പറയണം, മെറ്റീരിയൽ പറയണം, അതിൻ്റെ പർപ്പസ് ഓഫ് യൂസേജും പറയണം. ഓക്കെ, കിട്ടുമല്ലോ. ഇതാണ് ഓർഡർ. PSC ഇടയ്ക്ക് കേൾക്കാറുള്ളതാണ് കേട്ടോ, റാങ്ക് മേക്കിംഗ് ആയിട്ട്. അപ്പം 61 ഓപ്ഷൻ എ ആണ്. 62 ലുക്സ് ലൈക്ക് ഇറ്റ് ഡാഷ് റെയിൻ. ഏതാണ്? ലുക്സ് ലൈക്ക് ഇറ്റ് മൈറ്റ് റൈനിങ്. ഓക്കെ, ഇറ്റ് മൈറ്റ് റെയിൻ എന്നാണ്. 63ാമത്തെ ചോദ്യം, ഈസ് കൊച്ചി ഡാഷ് ദെൻ ട്രിവാൻഡ്രം. കമ്പാരിറ്റീവ് ഡിഗ്രി ഏതെന്നാണ്? ഈസ് കൊച്ചി ഏതാണ്? ദേന് വന്നുകൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, മോർ ബിസിയാണ്. ഈസ് കൊച്ചി മോർ ബിസി ദാൻ ട്രിവാൻഡ്രം. അടുത്ത ചോദ്യം 64ാമത്തെ ചോദ്യമാണ്, ഷി എൻജോയ്സ് സ്വിമ്മിങ് ആൻഡ് ഡാഷ്. ഏതാണ്? ഷി എൻജോയ്സ് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതോടെ എൻജോയ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് കഴിഞ്ഞിട്ട് ജെറണ്ട് ചേർത്ത് എഴുതണം, ING ചേർത്തോണം എഴുതാം. അപ്പോൾ സ്വിമ്മിങ് കൊണ്ട് അടുത്ത് ആൻഡ് റണ്ണിങ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 65ാമത്തെ ചോദ്യം, ഹെഡ് ഐ നോ ഐ ഡാഷ് ഇറ്റ് ഡിഫറെൻ്റ്ലി. ഹെഡ് ഐ നോ ഐ ഡാഷ് ഇറ്റ് ഡിഫറെൻ്റ്ലി. എന്താണ്? ഏതാണ്? ഹേഡ് പ്ലസ് V3 വന്നതുകൊണ്ട് ഇവിടെ ഹേഡ് പ്ലസ് V3 നോൺ വന്നതുകൊണ്ട് എന്താണ്? അപ്പുറത്ത് വുഡ് ഹേവ് പ്ലസ് V3. ഓക്കെ, വുഡ് ഹേവ്. ഐ വുഡ് ഹേവ് ഡൺ ഇറ്റ് ഡിഫറെൻ്റ്ലി. 66ാമത്തെ ചോദ്യം, ഷീ സോ റിച്ച് ഷീ സ്റ്റേഡ് ഇൻ എ ഡാഷ് ഓഫ് റൂംസ് ഇൻ ദി ഹോട്ടൽ. എന്താണ്? ഡാഷ് ഓഫ് റൂംസ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, സ്യൂട്ടാണ്. SUITE. സ്പെല്ലിംഗ് നോക്കണം, SUITE. ഹോട്ടൽ മുറികളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ സ്യൂട്ടെന്ന് പറയണത്. 67 ദ മോസ്റ്റ് സ്യൂട്ടബിൾ മീനിങ് ഓഫ് ദി ഇഡിയം ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗ് ഏതാണ്? വിഷ് എ ഗുഡ് ലെഗ്. ഓപ്ഷൻ ബി ആണ്. സ്ഥിരം കേൾക്കണയാണ്, വിഷ് എ ഗുഡ് ലെഗ്. വാട്ട് ഈസ് വൺ വേർഡ് ദാറ്റ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ സമ്മൺ ഹു ഹേറ്റ്സ് മാരേജ്. കല്യാണം വെറുക്കുന്നവൻ. ഏതാണ്? ഓപ്ഷൻ മിസോഗമിസ്റ്റ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, മിസ് ആന്ത്രോപോസ്റ്റ് എന്താണ്? ആണുങ്ങളെ വെറുക്കുന്നത്. മിസ് ഓഗിനിസ്റ്റ് പെണ്ണുങ്ങളെ വെറുക്കുന്നത്. ഓക്കെ, 69ാമത്തെ ചോദ്യം, ഷീസ് ബിസി ദിസ് വീക്കെൻഡ് ഡാഷ് ഹെർ ആർ കമ്മിങ് ഫോർ വിസിറ്റ്. ഏതാണ്? ഇവിടെ 6 വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി എന്താണ്? പ്ലൂറൽ. ഓക്കെ, മരുമക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ കറക്റ്റ് ചെയ്യാതെന്നാണ്. സിസ്റ്റേഴ്സ് ഇൻ ലോ ആണോ, സിസ്റ്റർ ഇൻ ലോ ആണ്, സിസ്റ്റർ ഇൻ ലോസ് ആണോ, കസിൻ സിസ്റ്റർ ആണോ? ഷീസ് ബിസി ദിസ് വീക്കെൻഡ് ഹെർ സിസ്റ്റേഴ്സ് ഇൻ ലോ ആണ്. ഓക്കെ, എസ് ഇവിടെയാണ് പറഞ്ഞത്. സിസ്റ്റേഴ്സ് ഇൻ ലോ ആണ്. ഓക്കെ, എസ് അവിടെയാണ് പറഞ്ഞത്. ബാക്കി എല്ലാം തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ്. ഇതിങ്ങനെ ഒരു വേർഡ് ഇല്ല. സിസ്റ്റർ ഇൻ ലോസ് എന്ന് പറഞ്ഞ വേർഡ് ഇല്ല. സിസ്റ്റേഴ്സ് ഇൻ ലോ ആണ്. ഓക്കെ, 70ാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമാണ്. ദ സൂപ്പർ സ്റ്റാർസ് വിസിറ്റ് വാസ് എ ഡാഷ് മൊമെൻറ്റ് ഫോർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതാണ്? 70ാമത്തെ ഓപ്ഷൻ സി ആണ്. ഹിസ്റ്റോറിക് മൊമെൻ്റ് ആണ്. ഓക്കെ, ഹിസ്റ്റോറിക് മൊമെൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മലയാളത്തിന്